ഉവൈസുൽ ഖർനി, വാനലോകത്തെ സുപരിചിതൻ. ഉമറും അലിയും 10 വർഷത്തോളം അദ്ദേഹത്തെ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല. ഉമർ തന്റെ അവസാന വർഷത്തിലൊരിക്കൽ അബൂഖുബൈസ് മലയിൽ കയറിനിന്ന് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, യമനിൽ നിന്നുള്ള ഹാജിമാരെ, നിങ്ങളുടെ കൂട്ടത്തിൽ മുറാദ് ഗോത്രക്കാരനായ ഉവൈസുണ്ടോ? അപ്പോൾ നീണ്ട താടിയുള്ള ഒരു വൃദ്ധൻ പറഞ്ഞു, ഏത് ഉവൈസാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഉവൈസ് എന്ന പേരുള്ള ഒരു സഹോദരപുത്രൻ എനിക്കുണ്ട്. അയാൾ അത്ര പ്രശസ്തനോ സമ്പന്നനോ അല്ല. അയാൾ ഞങ്ങളുടെ ഒട്ടകങ്ങളെ മേയ്ക്കുന്നവനാണ്. ഞങ്ങൾക്കിടയിൽ വളരെ ദുർബലനുമാണ്. അപ്പോൾ ഉമർ ചോദിച്ചു, നിങ്ങളുടെ ആ സഹോദരപുത്രൻ എവിടെയാണ്? ഇവിടം വിട്ടുപോയോ? അതെ. ഇപ്പോൾ എവിടെയുണ്ടാകും? അറഫയിലെ തമ്പിലുണ്ടാകുമെന്ന് അയാൾ അറിയിച്ചപ്പോൾ ഉമറും അലിയും വളരെ വേഗത്തിൽ അറഫയിലേക്ക് കുതിച്ചു. അദ്ദേഹം അവിടെ ഒരു മരത്തിനു നേരെ തിരിഞ്ഞ് നമസ്കരിക്കുകയായിരുന്നു. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ദാസന്മാരിലൊരാൾ അല്ലാഹുവിനെ സൂക്ഷിച്ചും അവന്റെ വിലക്കുകൾ മാനിച്ചും ജീവിച്ചു. ഐഹിക നേട്ടങ്ങൾ ലഭിച്ചപ്പോൾ നിസ്സാരമായി ത്യജിച്ചു. അധികാരവും പ്രശസ്തിയും കയ്യെത്തും ദൂരത്തെത്തിയിട്ടും അവയെ അകറ്റി നിർത്തി. വ്യാജമായ പ്രതാപത്തിൽ നിന്ന് വിട്ടകന്നപ്പോഴും യഥാർത്ഥ പ്രതാപം അദ്ദേഹത്തിന്റെ കാൽച്ചുവട്ടിൽ വന്നു നിന്നു. ജനങ്ങളനുസരിക്കുന്ന നേതാവും വലിയ സമ്പത്തിനുടമയുമാകാൻ അവസരം ലഭിച്ചിട്ടും ദരിദ്രനും കൂലിക്കാരനുമായി ജീവിതം തെരഞ്ഞെടുത്ത മഹാനായിരുന്നു ഉവൈസുൽ ഖർനി. അവഗണിക്കപ്പെട്ടവനും ദരിദ്രനുമായ അദ്ദേഹം ജീവിച്ചു. നുരുമ്പിയ വസ്ത്രവും ശോഷിച്ച ശരീരവും അദ്ദേഹത്തെ പരിഹാസപാത്രമാക്കി. ആളുകൾക്കു വേണ്ടി ഒട്ടകങ്ങളെ മേയ്ക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ തൊഴിൽ. അദ്ദേഹത്തെക്കുറിച്ച് പ്രവാചകൻ സ്മരിക്കുകയും അദ്ദേഹത്തിന്റെ ദൈവഭക്തിയെയും സംസ്കരണത്തെയും വിശേഷിപ്പിക്കുകയും ചെയ്തു. അല്ലാഹുവിന്റെ പേരിൽ സത്യം ചെയ്താൽ അത് പൂർത്തീകരിക്കുന്നവരിൽ പെട്ടവനായിരുന്നു അദ്ദേഹമെന്ന് പ്രവാചകൻ പ്രശംസിച്ചു. യമനിൽ നിന്നുള്ള സംഘത്തോടൊപ്പം മുറാദ് ഗോത്രത്തിലെ ഖർന് കുടുംബത്തിൽ നിന്നും ഉവൈസ് നിങ്ങളിലേക്ക് വരും. വെള്ളപാണ്ടുണ്ടായതിനു ശേഷം സുഖം പ്രാപിച്ചയാളാണ് അദ്ദേഹം. തന്റെ മാതാവിന് വളരെയധികം നന്മ ചെയ്തവനായിരുന്നു അദ്ദേഹം. അയാൾ അല്ലാഹുവിന്റെ പേരിൽ വല്ല ശപഥവും ചെയ്താൽ അത് പാലിക്കുന്നവനായിരുന്നു. അല്ലാഹുവിന്റെ ദൂതൻ പറഞ്ഞു, അല്ലാഹു തന്റെ സൃഷ്ടികളിൽ ശുദ്ധരും നിരപരാധികളും ജടപിടിച്ച മുടിയും പൊടിപുരണ്ട മുഖവും ഒട്ടിയ വയറുമുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത്. അവർക്ക് ഭരണാധികാരികളുടെ അടുക്കൽ അനുവാദം നൽകപ്പെടുകയില്ല. സമ്പന്നരായ സ്ത്രീകൾ അവർക്ക് വിവാഹം ചെയ്തു കൊടുക്കില്ല. അവരെ കാണാതായാൽ ആരും അന്വേഷിക്കുകയില്ല. അവർ വന്നാൽ സന്തോഷിക്കുകയുമില്ല. രോഗം പിടിപെട്ടാൽ അവരെ സന്ദർശിക്കുകയില്ല. അവർ മരിച്ചാൽ ആരും കാര്യമാക്കുകയുമില്ല. സഹാബിമാർ ചോദിച്ചു, അവരിലൊരാൾ എങ്ങനെയായിരിക്കും? അദ്ദേഹം പറഞ്ഞു, ഉവൈസുൽ ഖർനി അവരിൽപ്പെട്ടവനാണ്. ചെമ്പിച്ച മുടിയുള്ള നീല കണ്ണുകൾക്കുടമ, വീതിയേറിയ തോളുകളും ഇടത്തരം ശരീരവും കടുത്ത തവിട്ട് നിറവുമായിരിക്കും അദ്ദേഹത്തിന്. അദ്ദേഹത്തിന്റെ കണ്ണുകൾ സുജൂദിന്റെ സ്ഥാനത്തേക്കായിരിക്കും. വലതുകൈ ഇടതിന്മേൽ വെച്ചയാൾ ഖുർആൻ പാരായണം ചെയ്യുകയും കരയുകയും ചെയ്യും. കമ്പിളികൊണ്ടുള്ള മേൽവസ്ത്രമോ പുതപ്പോ അദ്ദേഹത്തിനുണ്ടാവില്ല. 2 നുരുമ്പിയ തുണികഷ്ണങ്ങൾ മാത്രമായിരിക്കും അദ്ദേഹത്തിന്റെ സ്വത്ത്. ഭൂമിയിലുള്ളവർക്ക് അപരിചിതനാണെങ്കിലും വാനലോകത്തുള്ളവർക്കിടയിൽ സുപരിചിതനായിരിക്കുമയാൾ. അല്ലാഹുവിന്റെ പേരിൽ ചെയ്യുന്ന ശപഥങ്ങൾ പൂർത്തീകരിക്കുന്നവൻ. അയാളുടെ ഇടതുതോളിന് താഴെ തിളങ്ങുന്ന വിളള അടയാളമുണ്ടായിരിക്കും. അന്ത്യദിനത്തിൽ ആളുകളോട് സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചുകൊള്ളുകയെന്ന് പറയുമ്പോൾ ഉവൈസിനോട് പറയും, നിൽക്കൂ, നീ ശിപാർശ ചെയ്യണം. അപ്പോൾ അദ്ദേഹം അല്ലാഹുവോട് ശിപാർശ ചെയ്യും. അല്ലയോ ഉമർ, അല്ലയോ അലി, നിങ്ങൾ അയാളെ കണ്ടാൽ നിങ്ങൾക്കുവേണ്ടി പാപമോചനം തേടാൻ ആവശ്യപ്പെടുക. പിന്നീട് അദ്ദേഹത്തെ കണ്ടപ്പോൾ അവർ സലാം പറഞ്ഞു. അദ്ദേഹം നമസ്കാരം ചുരുക്കി സലാം മടക്കി. താങ്കളാരാണ്? ഒട്ടകങ്ങളെ മേയ്ക്കുന്ന സാദാ കൂലിത്തൊഴിലാളി. താങ്കളുടെ തൊഴിലല്ല ചോദിച്ചത്. എന്താണ് നിങ്ങളുടെ പേര്? അബ്ദുല്ല. ആകാശഭൂമികളിലുള്ളവരെല്ലാം അല്ലാഹുവിന്റെ അടിമകളാണെന്ന് ഞങ്ങൾക്കറിയാം. താങ്കളുടെ ഉമ്മ താങ്കളെ വിളിച്ച പേരെന്താണ്? നിങ്ങൾ രണ്ടുപേരും എന്താണ് ഉദ്ദേശിക്കുന്നത്? ഉവൈസുൽ ഖർനിയുടെ വിശേഷണങ്ങൾ നബി ഞങ്ങൾക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ചെമ്പൻ മുടിയും നീലകണ്ണുകളും ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. താങ്കളുടെ ഇടതു തോളിന് താഴെ ഒരു വെളുത്ത അടയാളമുണ്ടെന്ന് പ്രവാചകൻ അറിയിച്ചിരുന്നു. നിങ്ങൾക്ക് അതുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരണം. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ചുമൽ വെളിവാക്കി. അതാ അവിടെ വെളുത്തപാട് തിളങ്ങുന്നു. അവരതിനെ ചുംബിക്കാനാഞ്ഞു പറഞ്ഞു, താങ്കൾ തന്നെയാണോ ഉവൈസ്? ഞങ്ങൾക്കു വേണ്ടി അല്ലാഹുവോട് പാപമോചനം തേടണം. അദ്ദേഹം പറഞ്ഞു, ഞാൻ എനിക്കോ മറ്റാർക്കെങ്കിലും വേണ്ടിയോ പ്രത്യേകമായി പാപമോചനം നടത്താറില്ല. കരയിലും കടലിലുമുള്ള മുഴുവൻ വിശ്വാസിനികൾക്കും വേണ്ടിയുള്ളതാണത്. തുടർന്ന് അദ്ദേഹം ചോദിച്ചു, എന്നെക്കുറിച്ച് പ്രവാചകൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നു. നിങ്ങൾ എന്നെ തിരിച്ചറിയുകയും ചെയ്തു. നിങ്ങൾ രണ്ടുപേരും ആരൊക്കെയാണ്? അലി പറഞ്ഞു, ഇത് അമീറുൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ്. ഞാൻ അലി ബിൻ അബി ത്വാലിബ്. ഇത് കേട്ട് ഉവൈസ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും അങ്ങേക്കുണ്ടാവട്ടെ. അലി ബിൻ അബി ത്വാലിബ്, അങ്ങേക്കും അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ. ഈ സമുദായത്തിന്റെ പേരിൽ അല്ലാഹു നിങ്ങൾക്ക് നല്ല പ്രതിഫലം നൽകട്ടെ. അവർ പറഞ്ഞു, താങ്കൾക്കും അല്ലാഹു പ്രതിഫലം നൽകട്ടെ. തുടർന്ന് ഉമർ അദ്ദേഹത്തോട് പറഞ്ഞു,
നീ ഞങ്ങളുടെ സഹോദരനാണ്, നിന്നെ ഒരിക്കലും വേർപിരിയാൻ ഞാനുദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ നുരുമ്പിയ വസ്ത്രവും ഒട്ടിയ വയറും കണ്ടപ്പോൾ ഉമർ പറഞ്ഞു, അല്ലാഹു നിങ്ങളോട് കരുണ കാണിക്കട്ടെ. എനിക്ക് ലഭിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ചെലവിനുള്ളതും എന്റെ വസ്ത്രത്തിൽ കൂടുതലുള്ളതിൽ നിന്ന് നിങ്ങൾക്ക് വസ്ത്രവും ഞാൻ നൽകും. ഇതാണ് നമുക്ക് രണ്ടുപേർക്കുമിടയിലുള്ള കരാർ. ഉവൈസ് പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്നെ തിരിച്ചറിയുമെന്ന് ഞാൻ കരുതുന്നില്ല. ചെലവിന് ലഭിക്കുന്നതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും? എനിക്കെന്തിനാണ് വസ്ത്രം? എന്റെ മേൽ കമ്പിളിയുടെ മേൽ വസ്ത്രം കണ്ടാൽ എപ്പോഴാണത് നുരുമ്പിയതായി നിങ്ങൾ കാണുക? തുന്നിയ ചെരുപ്പുകളിട്ടാൽ അവ ദ്രവിച്ചതായി നിങ്ങൾ കാണുകയില്ലല്ലോ. പിന്നെ പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, വളരെ ഇടുങ്ങിയ വഴിയിലൂടെയാണ് എനിക്ക് കടന്നുപോകേണ്ടത്. ഒട്ടിയ വയറും മെലിഞ്ഞ ശരീരവും കൊണ്ടല്ലാതെ അതിലൂടെ കടക്കാനാവില്ല. അല്ലാഹു നിങ്ങളോട് കരുണ കാണിക്കട്ടെ. ഇത് കേട്ട ഉമർ തന്റെ ചാട്ടവാർ കൊണ്ട് നിലത്തടിച്ചു. എന്നിട്ട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, ഉമറിന്റെ മാതാവ് അദ്ദേഹത്തെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. കണ്ണുകൾ ചൂളിപോകുന്ന ദിനം അവന്റെ കാര്യമെത്ര കഷ്ടം. അന്ത്യദിനത്തിന്റെ പ്രഭാതത്തിൽ അവൻ പ്രയാസപ്പെട്ടതു തന്നെ. അവന്റെ വഴിയെത്ര ദുർഘടമാണ്. തന്റെ നാഥന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവന്റെ കാര്യമെത്ര കഷ്ടം. ഉവൈസ് ഉമറിനെയും അലിയെയും നോക്കി പറഞ്ഞു, നിങ്ങൾക്ക് വിട, ഇനിയൊരു കൂടിക്കാഴ്ചയില്ല. അമീറുൽ മുഅ്മിനീൻ, നിങ്ങളീ വഴി പോകുക, ഞാൻ മറ്റൊരു വഴി തിരഞ്ഞെടുക്കാം. ഉമറും അലിയും മക്കയുടെ ഭാഗത്തേക്ക് തിരിച്ചു. തന്നോടൊപ്പമുണ്ടായിരുന്ന ഒട്ടകങ്ങളെയും തെളിച്ച് ഉവൈസ് നടന്നു. ഒട്ടകങ്ങളെ അതിന്റെ ആളുകളെ ഏൽപ്പിച്ച് അദ്ദേഹം ആരാധനയിൽ മുഴുകി. മദീനയിൽ തന്നോടൊപ്പം ജീവിക്കാനുള്ള ഉമറിന്റെ ക്ഷണം നിരസിച്ച ഉവൈസ് കൂഫയിലേക്ക് പോയി. ഭരണകാര്യങ്ങളിൽ തന്നെ സഹായിക്കാനായിരുന്നു അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നത്. താൻ അത് മുഖേന കുഴപ്പത്തിൽപ്പെട്ടേക്കുമോ എന്ന ഭയവും അല്ലാഹുവോടുള്ള കടമകൾ പൂർത്തീകരിക്കുന്നതിനും വേണ്ടി ആണദ്ദേഹം അത് നിരസിച്ചത്. ഐഹിക വിഭവങ്ങളെ നിസ്സാരമാക്കി ത്യജിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. കൂഫയിലെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ ആരിലും അത്ഭുതം ജനിപ്പിക്കുന്നവയാണ്. തണുപ്പും വിശപ്പും ആളുകളുടെ ഉപദ്രവവും അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ച് അദ്ദേഹം സഹിച്ചു. ആ നാട്ടിലെ ഭരണാധികാരിയാകാൻ ആഗ്രഹിച്ചാൽ അതിന് യാതൊരു തടസ്സവുമില്ലെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാമായിരുന്നു. തന്റെ വീട് ആളുകൾക്ക് സന്ദർശിക്കാനുള്ള ഒരിടമാക്കിയാൽ തന്റെ കൈകാലുകൾ ചുംബിക്കാൻ അവിടേക്ക് നാനാഭാഗത്തുനിന്നും അവർ അവിടേക്ക് പ്രവഹിക്കുമായിരുന്നു. അവർക്ക് വേണ്ട പാപമോചനമഭ്യർത്ഥിച്ച് വിലപിടിച്ച സമ്മാനങ്ങൾ നേടാമായിരുന്നു. കൂഫയിൽ ഒരു ഹദീസ് നിവേദകനുണ്ടായിരുന്നു. ഹദീസുകളെപ്പറ്റിയുള്ള അദ്ദേഹത്തിന്റെ സംസാരം അവസാനിപ്പിച്ചാലും ചെറിയ ഒരു സംഘം അദ്ദേഹത്തോടൊപ്പം അവശേഷിക്കുമായിരുന്നു. അവരിൽ ഒരാൾ വളരെ നല്ല സംസാരത്തിനുടമയായിരുന്നു. ഹൃദയങ്ങളെ സ്വാധീനിക്കുന്നവയായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഞാനയാളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ അദ്ദേഹത്തെ എനിക്ക് നഷ്ടപ്പെട്ടു. ഞങ്ങളോടൊപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളൊക്കെ പറഞ്ഞ് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു, എനിക്കയാളെ അറിയാം, ഉവൈസുൽ ഖർനിയാണദ്ദേഹം. അയാളുടെ വീടെവിടെയാണെന്നറിയുമോ? ഉവ്, അറിയാം. ഞാൻ അയാളെയും കൂട്ടി അദ്ദേഹത്തിന്റെ മുറിക്കരികിലെത്തി. ഉവൈസ് പറഞ്ഞു, ഞാൻ നഗ്നനാണ്. അയാൾ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കൂട്ടുകാർ അയാളെ പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. ഞങ്ങളൊരു വസ്ത്രം നൽകി അത് ധരിച്ച് ഞങ്ങളിലേക്ക് ഇറങ്ങിവരാൻ ആവശ്യപ്പെട്ടു. അദ്ദേഹം വസ്ത്രം ധരിക്കുന്നതുവരെ ഞങ്ങൾ അവിടെ തന്നെ നിന്നു. അദ്ദേഹത്തെ കണ്ടുവന്ന ശേഷം ഞാൻ ജനങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ആ വ്യക്തി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഞാനവരെ ശക്തമായി ശകാരിച്ചു. പിന്നീട് കൂഫക്കാരുടെ ഒരു സംഘം മദീനയിലേക്ക് പോയി. അവരെ തിരിച്ചറിഞ്ഞ ഉമർ ഉവൈസുൽ ഖർനിയെക്കുറിച്ച് ചോദിച്ചു. അവർക്ക് അയാളെക്കുറിച്ച് അറിയില്ലായിരുന്നു. അതറിയാവുന്ന അയാളുടെ പിതൃവ്യപുത്രനും അവരോടൊപ്പമുണ്ടായിരുന്നു. അദ്ദേഹമാണ് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉമറിന് ഉവൈസിനെക്കുറിച്ച് വിവരിച്ചു കൊടുത്തത്. അദ്ദേഹം ഒരു മോശപ്പെട്ട വ്യക്തിയായിരുന്നു. സമ്പന്നരിൽ നിന്ന് ഭക്ഷണം നേടിയെടുത്ത് ദരിദ്രരെ വഞ്ചിച്ച് ജീവിക്കുന്നവനായിരുന്നു. എന്നാൽ പോലും ഉവൈസ് അദ്ദേഹത്തെക്കുറിച്ച് നല്ലതു മാത്രമേ പറയാറുണ്ടായിരുന്നുള്ളൂ. മടങ്ങിവന്ന് പിതൃവ്യപുത്രന്റെ വീട്ടിൽ പ്രവേശിക്കുന്നതിനു മുമ്പ് അയാൾ പറഞ്ഞു, സഹോദരാ, നീ എനിക്ക് വേണ്ടി പാപമോചനം തേടണം. ഉവൈസ് പറഞ്ഞു, ഇങ്ങനെയൊരു പതിവ് നിങ്ങൾക്കില്ലാത്തതാണല്ലോ, എന്തുപറ്റി? അയാൾ പറഞ്ഞു, ഉമർ നിങ്ങളെക്കുറിച്ച് ഇന്ന കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ട് എനിക്ക് വേണ്ടി പാപമോചനം തേടണം. ഉവൈസ് പറഞ്ഞു, രണ്ടു കാര്യങ്ങൾ ചെയ്തു തരാതെ ഞാനത് ചെയ്യില്ല. മേലിൽ എന്നെ പരിഹസിക്കരുത്. ഉമറിൽ നിന്ന് കേട്ടതിനെപ്പറ്റി മറ്റാരോടും പറയരുത്. അധികം വൈകാതെ തന്നെ അദ്ദേഹത്തെക്കുറിച്ച വാർത്ത കൂഫയിൽ പരന്നു. ആളുകൾ തടിച്ചുകൂടി അവർക്കുവേണ്ടി പാപമോചനം ആവശ്യപ്പെടാൻ തുടങ്ങി. അദ്ദേഹം കൂഫയിൽ നിന്നും ആരും അറിയാതെ രക്ഷപ്പെട്ടു. പിന്നീട് അദ്ദേഹത്തെപ്പറ്റി ആർക്കും ഒരു വിവരവും ലഭിച്ചില്ല. ഹറം ബിൻ ഹയ്യാൻ പറയുന്നു, ഞാൻ കൂഫയിലേക്ക് പോയി. അദ്ദേഹത്തെ അന്വേഷിക്കുക മാത്രമായിരുന്നു എന്റെ ഉദ്ദേശ്യം. അവസാനം യൂഫ്രട്ടീസിന്റെ തീരത്ത് അദ്ദേഹം വുതുവെടുക്കുന്നത് ഞാൻ കണ്ടു. അദ്ദേഹത്തെക്കുറിച്ച വിശേഷണങ്ങളിൽ നിന്ന് ഞാൻ അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞു. സലാം പറഞ്ഞപ്പോൾ സലാം മടക്കി എന്റെ നേരെ നോക്കി. ഹസ്തദാനത്തിനായി കൈനീട്ടിക്കൊണ്ട് ഞാൻ പറഞ്ഞു, അല്ലാഹു നിങ്ങളോട് കരുണ കാണിക്കുകയും പുറത്തു തരികയും ചെയ്യട്ടെ. താങ്കൾ എങ്ങനെയിരിക്കുന്നു? അദ്ദേഹം സ്നേഹം കൊണ്ടെന്നെ വീർപ്പുമുട്ടിച്ചു. അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ടപ്പോൾ എനിക്കദ്ദേഹത്തോട് ദയ തോന്നി. ഞാൻ കരഞ്ഞു.
അദ്ദേഹവും കരഞ്ഞു എന്നിട്ട് പറഞ്ഞു, അല്ലയോ ഹറം ബിൻ ഹയ്യാൻ, അല്ലാഹു താങ്കളെ അനുഗ്രഹിക്കട്ടെ. എന്തൊക്കെയുണ്ട് സഹോദരാവിശേഷങ്ങൾ? ആരാണ് എന്നെക്കുറിച്ച് താങ്കളെ അറിയിച്ചത്? ഞാൻ പറഞ്ഞു, അല്ലാഹു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അല്ലാഹുവല്ലാതെ ഇലാഹില്ല. അവർ പറയും, ഞങ്ങളുടെ നാഥൻ എത്ര പരിശുദ്ധൻ, ഞങ്ങളുടെ നാഥന്റെ വാഗ്ദാനം നിറവേറ്റപ്പെടുന്നതു തന്നെ. എന്നിട്ട് ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് അങ്ങേക്ക് എന്റെയും പിതാവിന്റെയും പേരുകൾ കിട്ടിയത്? അദ്ദേഹം പറഞ്ഞു, നമ്മൾ പരസ്പരം സംസാരിച്ചപ്പോൾ എന്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവിനെ തിരിച്ചറിഞ്ഞു. വിശ്വാസികൾ പരസ്പരം തിരിച്ചറിയും. അവരുടെ വീടുകൾ എത്രയകലെയാണെങ്കിലും അവർ അല്ലാഹുവിന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കും. അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രവാചകനെ കണ്ടിട്ടില്ല, അദ്ദേഹത്തെ സഹവസിച്ചവരും എന്നോടൊപ്പം ഉണ്ടായിരുന്നില്ല. എന്നാൽ അദ്ദേഹം കണ്ടവരെ ഞാൻ കണ്ടിരിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാൻ ഞാനുദ്ദേശിക്കുന്നില്ല. ഹദീസ് നിവേദകനാകാനോ കഥ പറച്ചിലുകാരനാകാനോ മുഫ്തിയാകാനോ ഞാനിഷ്ടപ്പെടുന്നില്ല. എനിക്കതല്ലാത്ത വേറെ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിലെ ചില സൂക്തങ്ങൾ എനിക്ക് പാരായണം ചെയ്തു തരണം. നിങ്ങളിൽ നിന്ന് അത് കേൾക്കാൻ ഞാനിഷ്ടപ്പെടുന്നു. എനിക്ക് സൂക്ഷിച്ചു വെക്കാൻ ചില ഉപദേശങ്ങളും തരണം. അല്ലാഹുവിന്റെ പേരിൽ ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം എന്റെ കൈ പിടിച്ചു പറഞ്ഞു, അഊദു ബില്ലാഹി സമീഇൽ അലീം മിനശ് ശൈത്വാനിർ റജീം. ഇവരാണോ കൂടുതൽ വമ്പന്മാർ, അതോ തുബ്ബയിന്റെ ജനതയും അവർക്കു മുമ്പുള്ളവരുമോ? അവരെയൊക്കെ നാം നശിപ്പിച്ചു. കാരണം അവർ കുറ്റവാളികളായിരുന്നു. നാം ആകാശഭൂമികളെയും അവയ്ക്കിടയിലുള്ളവയെയും വെറും വിനോദത്തിനു വേണ്ടി സൃഷ്ടിച്ചതല്ല, തികഞ്ഞ യാഥാർത്ഥ്യത്തോടെയല്ലാതെ നാം അവയെ ഉണ്ടാക്കിയിട്ടില്ല. എന്നാൽ ഇവരിലേറെ പേരും ഇതൊന്നും അറിയുന്നില്ല. ആ വിധിത്തീർപ്പിന്റെ നാളിലാണ് അവരുടെയൊക്കെ ഉയിർത്തെഴുന്നേൽപ്പുണ്ടാവുന്ന നിശ്ചിത സമയം. അന്നാളിൽ ഒരു കൂട്ടുകാരനും തന്റെ ഉറ്റവനെ ഒട്ടും ഉപകരിക്കുകയില്ല. ആർക്കും ഒരുവിധ സഹായവും ആരിൽ നിന്നും കിട്ടുകയുമില്ല, അല്ലാഹു അനുഗ്രഹിച്ചവർക്കൊഴികെ. തീർച്ചയായും അവൻ പ്രതാപിയാണ്, പരമദയാലുവും. വളരെയധികം കരഞ്ഞതിനുശേഷം അദ്ദേഹം തുടർന്നു, അല്ലയോ ഇബ്നു ഹയ്യാൻ, നിങ്ങളുടെ പിതാവ് മരണപ്പെട്ടിരിക്കുന്നു, താങ്കളും മരിക്കാറായിരിക്കുന്നു. ഒന്നുകിൽ സ്വർഗ്ഗത്തിലേക്ക് അല്ലെങ്കിൽ നരകത്തിലേക്ക്. ആദമും മാതാവ് ഹവ്വയും മരണപ്പെട്ടു. അല്ലാഹുവിന്റെ നബിയായ നൂഹ് മരണപ്പെട്ടു. അല്ലാഹുവിന്റെ കൂട്ടുകാരൻ ഇബ്രാഹിം മരണപ്പെട്ടു. അല്ലാഹു രക്ഷപ്പെടുത്തിയ മൂസ മരണപ്പെട്ടു. കാരുണ്യവാന്റെ പ്രതിനിധിയായ ദാവൂദ് മരണപ്പെട്ടു. അല്ലാഹുവിന് പ്രിയപ്പെട്ട മുഹമ്മദും മരണപ്പെട്ടിരിക്കുന്നു. അല്ലാഹു അവരെയെല്ലാം അനുഗ്രഹിക്കട്ടെ. ഖലീഫ അബൂബക്കർ മരണപ്പെട്ടു. എന്റെ കൂട്ടുകാരനും സഹോദരനുമായ ഉമറും മരണപ്പെട്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞു, അല്ലാഹു താങ്കളോട് കരുണ കാണിക്കട്ടെ. ഉമർ മരിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, അതെ, എന്റെ നാഥൻ അദ്ദേഹത്തിന്റെ മരണവാർത്ത എന്നെ അറിയിച്ചിരിക്കുന്നു. നാളെ ഞാനും മരിക്കാനുള്ളതാണ്. പിന്നെ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലി. പിന്നെ വളരെ പതുങ്ങിയ സ്വരത്തിൽ എന്നെ വിളിച്ചു, എനിക്ക് നിങ്ങളോടുള്ള വസിയത്ത് അല്ലാഹുവിന്റെ ഗ്രന്ഥമാണ്, ദൂതന്മാരുടെയും സൽക്കർമ്മികളുടെയും മരണവാർത്തയുമാണ്. കണ്ണിമ വെട്ടുന്ന നേരം പോലും മരണചിന്ത നിങ്ങളെ വിട്ടുപോകരുത്. നിന്റെ സമൂഹത്തിലേക്ക് തിരിച്ചെത്തിയാൽ നീ അവർക്ക് മുന്നറിയിപ്പ് നൽകുക. സംഘത്തെ വിട്ടുപോകുന്നത് ദീനിനെ വിട്ടുപോകലാണെന്ന് മുഹമ്മദ് നബിയുടെ മുഴുവൻ സമൂഹത്തെയും ഉപദേശിക്കുക. എനിക്കും നിങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ പറഞ്ഞു, അല്ലാഹുവേ, ഇയാൾ നിന്റെ പേരിൽ എന്നെ സ്നേഹിക്കുകയും സന്ദർശിക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും നിങ്ങൾക്കുണ്ടാവട്ടെ. ഇനി നാം കണ്ടുമുട്ടില്ല. പ്രശസ്തിയെ ഞാൻ വെറുക്കുന്നു. ഏകാന്തതയാണെനിക്കിഷ്ടം. കാരണം ജനങ്ങളോടൊപ്പമാകുമ്പോൾ എനിക്ക് ധാരാളം ദുഃഖങ്ങളുണ്ട്. യസീർ പറയുന്നു, ഞാനദ്ദേഹത്തോടൊപ്പം കുറച്ച് സമയം നടക്കാൻ താൽപര്യം കാണിച്ചിരുന്നു. എന്നാൽ അദ്ദേഹമത് വിസമ്മതിച്ചു. ഞങ്ങൾ രണ്ടുപേരും കരഞ്ഞുകൊണ്ടു പിരിഞ്ഞു. പിന്നീട് അതിനുശേഷം അദ്ദേഹത്തെ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല. ഒന്നോ രണ്ടോ പ്രാവശ്യം പിന്നെ ഞാനദ്ദേഹത്തെ സ്വപ്നത്തിൽ കണ്ടു. അസ്തമന സമയത്ത് ഉവൈസ് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു, ഇത് റുക്കോയിന്റെ രാത്രിയാണ്, തുടർന്ന് പ്രഭാതമാകുന്നതുവരെ റുക്കോയിലായിരിക്കും. വൈകുന്നേരമായാൽ വീട്ടിൽ അവശേഷിക്കുന്ന എല്ലാമെടുത്ത് ദാനം ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിന്റെ പതിവ്. എന്നിട്ട് പറയും, അല്ലാഹുവേ, ആരെങ്കിലും വിശന്നു മരിച്ചാൽ അതിന്റെ പേരിൽ എന്നെ ശിക്ഷിക്കരുതേ. ആരെങ്കിലും നഗ്നനായി രാത്രി കഴിച്ചുകൂട്ടിയാൽ അതിന്റെ പേരിൽ എന്നെ ശിക്ഷിക്കരുതേ. ഞാനീ ധരിച്ചിരിക്കുന്നത് മാത്രമേ എന്റെ പക്കലുള്ളൂ. വീട്ടിലുള്ള ചെറുതും വലുതുമായ എല്ലാം ദാനം ചെയ്യാൻ ഇത്രത്തോളം കണിശത പുലർത്തിയ ശേഷം വിശപ്പ് ബാധിക്കുമ്പോൾ ചവറ്റുകൂനയിൽ ഒരു കഷ്ണം ഉണക്കറൊട്ടിക്കായി തിരയേണ്ടി വന്നത് എന്തുകൊണ്ടായിരുന്നു? ഇതിനുള്ള മറുപടി, ഉവൈസ് മരണത്തെ എപ്പോഴും തന്റെ കൺമുന്നിൽ കണ്ടിരുന്നു എന്നുള്ളതാണ്. വൈകുന്നേരം വരെ താൻ ജീവിക്കുകയില്ല എന്നാണ് അദ്ദേഹം പ്രഭാതത്തിൽ വിചാരിക്കുക. അപ്രകാരം വൈകുന്നേരമായാൽ നേരം വെളുക്കുന്നതുവരെ താൻ ജീവിക്കില്ല എന്നും വിചാരിക്കും. പെട്ടെന്ന് മരണം പിടികൂടുമ്പോൾ തന്റെ കയ്യിൽ ഐഹിക വിഭവങ്ങളൊന്നും അവശേഷിക്കാതിരിക്കാനാണ് ദാനം ചെയ്യാൻ അദ്ദേഹം ധൃതി കാണിച്ചിരുന്നത്. അദ്ദേഹത്തോടാരെങ്കിലും ഉപദേശം തേടിയാൽ മരണത്തെക്കുറിച്ചായിരിക്കും അദ്ദേഹം സംസാരിക്കുക. നീ ഉറങ്ങിയാൽ മരണത്തെ തലയിണയാക്കുക, എണീറ്റാൽ നീ മരണത്തെ മുന്നിൽ കാണുക. നിന്റെ ഹൃദയത്തെ സംസ്കരിക്കാനും സ്ഥൈര്യം ലഭിക്കാനും അല്ലാഹുവോട് പ്രാർത്ഥിക്കുക. ഹൃദയത്തിന്റെ ചികിത്സയേക്കാൾ പ്രയാസകരമായ ഒന്നുമില്ല. അത് മുന്നോട്ടു പോകുന്നതിനിടയിൽ പെട്ടെന്നായിരിക്കും പിന്നോട്ട് തിരിയുക, പിന്നോട്ടു പോകുന്നതിനിടയിൽ മുന്നോട്ട് തിരിയും.
മരണത്തെയും ജീവിതത്തെയും സംബന്ധിച്ച ഉവൈസിന്റെ വീക്ഷണം ഇതായിരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.